ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ നിന്നുള്ള കൈനറ്റിക്സ് ഓഫ് പാർട്ടിക്കിൾസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കൈനറ്റിക്സിനെ പറ്റിയിട്ട് നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പം ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കൈനറ്റിക്സ്? കൈനറ്റിക്സ് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ ബോഡി. Okay, force acting on a body, the mass of the body and the motion of the body. അല്ലേ? അപ്പോൾ നമുക്ക് ഫോഴ്സിനെ പറ്റിയിട്ടും ഫോഴ്സും അതിൻ്റെ നമ്മുടെ മാസ്സായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്, അതിൻ്റെ മോഷനായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണ്, ഇങ്ങനെയുള്ള സ്റ്റഡിയെന്നെയാണ് നമ്മൾ എന്ത് പറയുക, കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യും? ഇറ്റ് ഈസ് യൂസ് ടു പ്രെഡിക്റ്റ് ദ മോഷൻ കോസ്ഡ് ബൈ ഗിവൺ ഫോഴ്സ്. ഞാനിപ്പോൾ ഒരു ഫോഴ്സ് കൊടുത്തു, ആ ഫോഴ്സ് കാരണം എങ്ങനെ ഒരു മോഷനാണ് എൻ്റെ ബോഡിയിൽ ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈനറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത എന്താ? ഡിറ്റർമിൻ ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗിവൺ മോഷൻ. ഇപ്പോൾ എനിക്ക് ഒരു ഫോഴ്സ് കണ്ടുപിടിക്കണം, എനിക്കൊരു ഗിവൺ മോഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് കണ്ടുപിടിക്കണം. അതിനും കൈനറ്റിക്സ് യൂസ് ചെയ്യും. ഇനി ജനറൽ അപ്രോച്ച് ടു പ്രോബ്ലം, അതായത് സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ് ഇൻ കൈനമാറ്റിക്സ്. നമുക്ക് ജനറലി 3 ജനറൽ അപ്രോച്ചസ് ആണ് നമ്മൾ ഈ കൈനറ്റിക്സിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ, അടുത്തതെന്ന് പറയുന്നത് വർക്ക് എനർജി പ്രിൻസിപ്പിൾ, അടുത്തതെന്ന് പറയുന്നത് സൊല്യൂഷൻ ബൈ ഇമ്പൾസ് ആൻഡ് മൊമെന്റ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോ അപ്രോച്ചിനും അതിൻ്റെ തന്നെ സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ അഡ്വാൻറ്റേജും ഒക്കെ ഉണ്ട്. ഓക്കെ, എങ്കിലും നമുക്ക് നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ആസ് പെർ അവർ സിലബസ് നമുക്ക് എന്തേ ഉള്ളൂ, ന്യൂട്ടൺസ് ലോ ഓഫ് മോഷനും അതിൻ്റെ ട്രാൻസ്ലേഷനും. ഓക്കെ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഓഫ് ട്രാൻസ്ലേഷൻ പഠിക്കാം. ഓക്കെ, എന്താ നമുക്ക് ന്യൂട്ടൺസ് ലോ നമുക്കറിയാം അല്ലേ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ചിട്ട് എന്താ പറയുക, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു എന്തായിരുന്നു, ഇംപ്രസ്ഡ് ഫോഴ്സ് ആൻഡ് ദ മോഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ഫോഴ്സ് ആക്ട്സ് അല്ലേ? അപ്പോൾ നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? d/dt ഓഫ് mv അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? m ഇൻറ്റു dv/dt നമുക്ക് കിട്ടും അല്ലേ? m ഇൻറ്റു dv/dt എന്ന് പറഞ്ഞാൽ എന്താ? m ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പം അതെന്തായിരുന്നു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം അത് എന്തിന് പ്രപ്പോർഷണലാണ്? എം ഇൻറ്റു എ. എം ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ് അല്ലേ? അത് ഫോഴ്സിന് പ്രപ്പോർഷനിലാണ്. ആ ഫോഴ്സ് ഏത് ഡയറക്ഷനിൽ ഉണ്ടാവുക, ആ ഫോഴ്സ് ഉണ്ടാകുമ്പോൾ മോഷൻ ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? നമ്മുടെ ഡയറക്ഷൻ ഓഫ് ഫോഴ്സിന്, ആ ഒരു ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണുള്ളത് അതേ ഡയറക്ഷനിലായിരിക്കും നമുക്ക് മോഷൻ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് മാസ് ആൻഡ് ആക്സിലറേഷൻ എന്ന് മനസ്സിലാക്കാം അല്ലേ? അപ്പം നമ്മൾ ഈ ഫോഴ്സിൻ്റെ യൂണിറ്റ് എടുക്കുമ്പം ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റന്റ് കൊടുക്കണം അല്ലേ? അപ്പോൾ ആ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി 1 ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് മോഷൻ എന്താവും? ന്യൂട്ടൺസ് ലോ ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയിട്ട് നമുക്ക് പറയാം, ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയാം. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ അതിനാണ് ഫോഴ്സിന് നമ്മൾ എഫ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, മാസിന് നമ്മൾ എം എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, ആക്സിലറേഷൻ എ ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് നമ്മുടെ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഒക്കെ പഠിച്ചതല്ലേ? അപ്പം നമുക്ക് ഈ ഒരു എബോ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാൻ സാധിക്കും? നമുക്ക് റിസൾട്ടന്റ് ഫോഴ്സ് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതായത് എഫ് എക്സും എഫ് വൈയും ഉണ്ടെങ്കിൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് വൈ സ്ക്വയർ ആയിരിക്കും ഇതിലെ റിസൾട്ടന്റ്. ആ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അതെന്തിന് ഈക്വൽ ആണെന്ന് പറയാം? മാസ് ഇൻറ്റു ആക്സിലറേഷന് ഈക്വൽ ആണ് എന്ന് പറയാൻ സാധിക്കും. റിസൾട്ടന്റ് ഫോഴ്സ് അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് എന്നൊക്കെ നമുക്ക് ഇവനെ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്നൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, നോക്കി. എ ബ്ലോക്ക് weighing 1000 Newton rests on a horizontal plane. Find the magnitude of force required to give the block an acceleration of 2.5 meters per second square to right. Coefficient of kinetic friction between block and plane is 0.25. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ബ്ലോക്കിന്റെ വെയിറ്റ് ആണ്. എത്ര തന്നിരിക്കുന്നത്? 1000 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അതൊരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഇരിക്കുന്നതെന്ന് നമ്മളോട് പറയുന്നുണ്ട്. ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് ഈ ബ്ലോക്ക് ഇരിക്കുന്നത്. അതിന്റെ വെയിറ്റ് 1000 ന്യൂട്ടൺ ആണ്. ഓക്കെ,
പിന്നെന്താ പറയുന്നത്, ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് റിക്വയർഡ് ടു ഗീവ് ബ്ലോക്ക് ആൻഡ് ആക്സിലറേഷൻ ഓഫ് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ്. ഈ ഫോഴ്സ് കോസ് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിരിക്കുന്നത്, കൈനറ്റിക് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഫ്രിക്ഷൻ പഠിച്ചാൽ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ കഴിഞ്ഞിട്ട് ബോഡി മൂവ് ചെയ്യുമ്പം ആ ബോഡിക്കും സർഫസിനും ഇടയിൽ വരുന്ന ഫ്രിക്ഷനാണ് കൈനറ്റിക് ഫ്രിക്ഷൻ. അത് 0.25 എന്നും തന്നിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു മോഷൻ, ഇത് ഹൊറിസോണ്ടൽ മോഷൻ ഉണ്ടാവും, വെർട്ടിക്കൽ മോഷൻ ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ എന്താ, നമുക്ക് ഇവനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളൊക്കെ എഴുതിയേക്കാം. W താഴോട്ട് ആക്ട് ചെയ്യുക അല്ലേ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് റൈറ്റിലോട്ടാണ്. ഈ മൂവ്മെന്റ് റൈറ്റിലോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ലെഫ്റ്റിലോട്ടായിരിക്കും ആക്ട് ചെയ്യുക. അതിൻ്റെ മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ RN എന്ന് പറയാം. RN എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഈ സർഫസ് ഈ ബോഡിക്ക് അപ്വേർഡ് കൊടുക്കുന്ന ഒരു ഫോഴ്സിനാണ് RN എന്ന് പറയാം. അപ്പം ഞാൻ എൻ്റെ വെയിറ്റിനെ കുറച്ച് മേളിലോട്ട് കയറ്റി വരച്ച് കാണിക്കാം. ഇതാണ് 1000 ന്യൂട്ടൺ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. എൻ്റെ ഈ സർഫസ് ബോഡിക്ക് അപ്വേർഡ് കൊടുക്കുന്ന നോർമൽ റിയാക്ഷനാണ് RN. ഓക്കെ, അപ്പം നമുക്ക് ഈ ബോഡിയിൽ വെർട്ടിക്കൽ ഡയറക്ഷനിൽ എന്താ മോഷൻ ഒന്നുമില്ല. സിൻസ് ദർ ഇസ് നോ മോഷൻ ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ നിങ്ങൾ ജസ്റ്റ് നോട്ട് എഴുതുമ്പോൾ എഴുതണം. ഓക്കെ, ഇപ്പം നെറ്റ് ഫോഴ്സ് ഇൻ വെർട്ടിക്കൽ ഡയറക്ഷൻ, അതായത് സിഗ്മ FV എന്തായിരിക്കും, നമുക്ക് 0 എന്ന് എഴുതാം അല്ലേ. സിഗ്മ FV 0 എന്ന് പറഞ്ഞാൽ എന്താ, 1000 ന്യൂട്ടൺ ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നു, RN അപ്വേർഡ് ആക്ട് ചെയ്യുന്നു, അത് ഈക്വൽ ടു 0. അപ്പോൾ RN എൻ്റെ നോർമൽ റിയാക്ഷൻ എത്ര കിട്ടും, 1000 ന്യൂട്ടൺ എന്ന് കിട്ടും. അത്ര ഓക്കെ അല്ലേ. ഇനി എന്താ, നമുക്ക് നെറ്റ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. നെറ്റ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ സിഗ്മ FX എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് പറഞ്ഞത്, അതിൻ്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പം നെറ്റ് ഫോഴ്സ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എത്ര വരും, F മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു RN. ഓക്കെ, അതെന്ന് പറയുന്നത് എൻ്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് തന്നിട്ടില്ല, വെയിറ്റ് തന്നിട്ടുണ്ട്. 1000 ഡിവൈഡഡ് ബൈ 9.81 അല്ലേ നമ്മുടെ മാസ്. വെയിറ്റ് എന്താ, mg ആണ്. അപ്പം മാസ് എന്താ, W/g ആണ്. ഓക്കെ അല്ലേ. അപ്പം 1000 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു ആക്സിലറേഷൻ 2.5 എന്ന് വരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടെ റീറൈറ്റ് ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് F ആണ്. മ്യൂ എന്താ കണ്ടുപിടിച്ചത്, F എന്ന് പറയുന്നത് 1000 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു 2.5. ഈ മ്യൂ RN റൈറ്റിലോട്ട് വരാം അല്ലേ. റൈറ്റിലോട്ട് വരുമ്പോൾ പ്ലസ് ആയിട്ട് വരും. മ്യൂ എന്ന് പറയുന്നത് 0.25 ആണ്, RN എന്ന് പറയുന്നത് 1000 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആൻസർ F കിട്ടുന്നത് 504.84 ന്യൂട്ടൺ എന്നാണ്. ഓക്കെ അല്ലേ. ഒരു സിമ്പിൾ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത പ്രോബ്ലം നോക്കാം. The weight of body on earth is 980 Newton. If the acceleration due to gravity on earth is 9.80 meter per second square, what will be the weight of body on moon where acceleration due to gravity G equal to 1.6 meter per second square, on sun where G equal to 270 meter per second square. ഇവിടെ നമുക്ക് എർത്തിലെ വെയിറ്റ് തന്നിട്ടുണ്ട്. എർത്തിലുള്ള വെയിറ്റ് എത്രയാണെന്ന് തന്നേക്കുന്നത്, 980 ന്യൂട്ടൺ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ എർത്തിലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഞാൻ എർത്ത് GE എന്ന് കൊടുക്കുകയാണ്, എത്ര, 9.80 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മാസ് എത്ര ആയിരിക്കും, മാസ് ഓഫ് ബോഡി എന്ന് പറയുന്നത് വെയിറ്റ് ഡിവൈഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് 980 ഡിവൈഡഡ് ബൈ 9.80 എത്ര കിട്ടും, 100 കിലോഗ്രാം എന്നാണ് മാസ് കിട്ടുക. അപ്പം മൂണിലെ വെയിറ്റ് എത്ര ആയിരിക്കും, വെയിറ്റ് ഓൺ മൂൺ എത്ര ആയിരിക്കും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ അല്ലേ. അപ്പോൾ എന്താ വരണ്ടേ, മാസ് എന്ന് പറയുന്നത് 100, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ മൂൺ എന്ന് പറയുന്നത് 1.6, അപ്പം 160 ന്യൂട്ടൺ ആയിരിക്കും മൂണിലെ മാസിനുണ്ടാകുന്ന വെയിറ്റ്. ഇനി അടുത്ത എന്താ, വെയിറ്റ് ഓഫ് സൺ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓൺ സൺ. ഓക്കെ, മാസ് എത്ര, 100, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 270 അല്ലേ. അപ്പോൾ എത്ര വരും, 27,000 വരും അല്ലേ. സോറി 27,000 ആണ്, 27,000 ന്യൂട്ടൺ. ഓക്കെ, a body of mass 15 kilogram falls on the ground from a height of 19.6 meter
The body penetrates into the ground. Find the distance through which body will penetrate into the ground if the resistance by the ground to penetration is constant and is equal to 4900 Newton. Take G equal to 9.8 meter per second square. നമുക്ക് മാസ് തന്നിട്ടുണ്ട്. എത്ര തന്നേക്കുന്നത്? 15 കിലോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇനി ആ മാസ് ഗ്രൗണ്ടിൽ നിന്ന് എത്ര ഹൈറ്റിലായിരിക്കാം? അവരിയ്ക്കുന്നത് അവൻ്റെ ഹൈറ്റ് ഞാൻ h എന്ന് കൊടുക്കുകയാണ്. അതൊരു 19.6 മീറ്റേഴ്സിലായിരിക്കും അല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ ബോഡി ഗ്രൗണ്ടിലേക്ക് പെനട്രേറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ആ ഗ്രൗണ്ട് കൊടുക്കുന്ന പെനട്രേഷൻ, അപ്പോൾ റെസിസ്റ്റൻസ് ടു പെനട്രേഷൻ ഞാൻ F സ്റ്റാർ എന്ന് കൊടുക്കും. അതൊരു ഫോഴ്സ് അല്ലേ? അപ്പോൾ അതൊരു 4900 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, നമുക്ക് 19.6 മീറ്ററിൽ നിന്ന് ഇവൻ താഴോട്ട് മൂവ് ചെയ്യുമ്പം ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കത്തില്ലേ? ഇനി അത് ഗ്രൗണ്ടിൽ റീച്ച് ചെയ്യുമ്പം അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എത്ര ആയിരിക്കും? v ആയിരിക്കും. ഓക്കെ, ഇപ്പം നമുക്ക് ഇവൻ്റെ മൂവ്മെൻറ്റ് അണ്ടർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലേ? അപ്പം നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതാം? v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു 2gh എന്ന് എഴുതാം അല്ലേ? v സ്ക്വയർ ഇസ് ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷനാണ് 2gh എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ v സ്ക്വയർ ഉണ്ട്, u സ്ക്വയർ 0 ആണ്. 2 ഇൻറ്റു 9.8 ഇൻറ്റു ഹൈറ്റ് 19.6 മീറ്റേഴ്സിന് കൊടുക്കാമല്ലോ. അപ്പം വെലോസിറ്റി എത്ര വരും? v എന്ന് പറയുന്നത് 2 സ്ക്വയർ റൂട്ട് ഓഫ് 2 ഇൻറ്റു 9.8 ഇൻറ്റു 19.6 എന്ന് വരും. വെലോസിറ്റി കിട്ടുന്നത് നമുക്ക് എത്ര കിട്ടുക? സോൾവ് ചെയ്ത് നോക്കണം. 19.6 മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നാണ് നമുക്ക് വെലോസിറ്റി കിട്ടുക. ഓക്കെ, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് എത്ര ആയിരിക്കും? നമ്മുടെ വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് 15 ഇൻറ്റു 9.8. അപ്പോൾ എത്ര? 15 ഇൻറ്റു 9.8 147 ന്യൂട്ടൺ എന്നാണ് അവൻ്റെ വെയിറ്റ്. ഓക്കെ, അപ്പം നമ്മുടെ റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ എത്ര നമ്മൾ പറഞ്ഞത്? F സ്റ്റാർ നമ്മൾ പറഞ്ഞത് 4900 ന്യൂട്ടൺ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് ഈ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അവൻ ഗ്രൗണ്ട് സർഫസിൽ വരുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ടു പെനിട്രേഷൻ F സ്റ്റാർ മേലോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പം നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് അപ്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? അപ്പം നെറ്റ് ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ, നെറ്റ് ഫോഴ്സ് ഇൻ അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 4900ൽ നിന്ന് 147 കുറയ്ക്കുമ്പം നമുക്ക് 4753 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്താ പറയുന്നത്? ഈ ഫോഴ്സ് എന്ന് പറയുന്നത്, ഈ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷന് ഈക്വൽ ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് മാസ് അറിയാം, ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോഴ്സ് ഡിവൈഡഡ് ബൈ മാസ്. ഫോഴ്സ് എത്ര? 4753 ന്യൂട്ടൺ ഡിവൈഡഡ് ബൈ എൻ്റെ മാസ് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ എനിക്ക് ആക്സിലറേഷൻ എത്ര കിട്ടുക? 316.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ് എനിക്ക് ആക്സിലറേഷൻ കിട്ടുക. സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളോട് എന്താ ചോദിച്ചേക്കുന്നത്? ഡിസ്റ്റൻസ് ത്രൂ വിച്ച് ദ ബോഡി വിൽ പെനട്രേറ്റ് ഇൻ ടു ഗ്രൗണ്ട്. നമുക്കൊരു ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് ലെറ്റ് ദ ഡിസ്റ്റൻസ് ഓഫ് പെനട്രേഷൻ, ഡിസ്റ്റൻസ് ഓഫ് പെനട്രേഷൻ എന്ന് പറയുന്നത് എസ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി എൻ്റെ ഈ ഒരു ഗ്രൗണ്ടിലത്തെ മൂവ്മെൻറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഇനീഷ്യലി ഒരു നമ്മൾ കണ്ടുപിടിച്ച വെലോസിറ്റി എത്രയായിരുന്നു? 2 മോഷൻ കൺസിഡർ ചെയ്യുക. അതായത് അവൻ 19.6 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്യുന്നു അല്ലേ? ആ ട്രാവൽ ചെയ്ത ആ ഒരു വെലോസിറ്റിയിലാണ് ഇവൻ ഗ്രൗണ്ടിലോട്ട് വരിക അല്ലേ? ഗ്രൗണ്ടിലോട്ട് വന്ന് ഇവൻ കുറച്ച് ഡിസ്റ്റൻസ് പെനട്രേറ്റ് ചെയ്യുന്നു. പെനട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് നിൽക്കും അല്ലേ? അപ്പോൾ അവൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. അപ്പം നമ്മൾ ഈ രണ്ടാമത്തെ മോഷൻ കൺസിഡർ ചെയ്യാം. ഇവിടെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 19.6 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. ഓക്കെ, ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 316.87 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതാം. എന്താ? v സ്ക്വയർ മൈനസ് u സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇനി അതൊരു റിട്ടാർഡേഷൻ അല്ലേ? അപ്പം -2as എന്ന് എഴുതാമല്ലോ
അതായത് വെലോസിറ്റി കുറയുക, റിട്ടാർഡേഷൻ അല്ലേ. അപ്പം v0 ആണ്. മൈനസ് u സ്ക്വയർ എന്നുള്ളതിന് നമുക്ക് 19.6 ദ ഹോൾ സ്ക്വയർ എന്ന് കൊടുക്കാം. -2 ഇൻറ്റു ആക്സിലറേഷൻ 316.87 ഇൻറ്റു എസ് എന്ന് കൊടുക്കാം. ഇത് സോൾവ് ചെയ്യുമ്പം എസിൻ്റെ ആൻസർ എത്ര? 19.6 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 316.87. അപ്പോൾ ആൻസർ കിട്ടുന്നത് അറൗണ്ട് 606 മീറ്റേഴ്സ് കിട്ടുന്ന, അതിന് നമുക്ക് 60.6 സെൻറ്റിമീറ്റേഴ്സ് എന്ന് എഴുതാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് മോഷൻ ഓൺ ആൻ ഇൻക്ലൈൻഡ് സ്മൂത്ത് സർഫസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ഇൻക്ലൈൻഡ് സർഫസ് വരയ്ക്കാം. ഇതാണ് എൻ്റെ ഇൻക്ലൈൻഡ് സർഫസ്, ഇതാണ് എൻ്റെ ഹൊറിസോണ്ടൽ. ഈ ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു വെയിറ്റ് W ഉള്ളൊരു ബോഡി ഇരിക്കുകയാണ്. ഓക്കെ, ഇവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. ഈ ഇൻക്ലൈൻഡ് സർഫസിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, ഹൊറിസോണ്ടൽ ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ ആണ്. ഈ W-നെ എനിക്ക് രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. എന്തായിട്ട് റിസോൾവ് ചെയ്യാം? ഇത് തീറ്റ ആകുമ്പം ഇതാണ് തീറ്റ ആംഗിൾ വരിക. ഇത് W സൈൻ തീറ്റ എന്ന് റിസോൾവ് ചെയ്യാം. ഇവനെ W കോസ് തീറ്റ എന്ന് റിസോൾവ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് ഈ സർഫസ്, ഈ ഇൻക്ലൈൻഡ് സർഫസ് അപ്വേർഡ് ഡയറക്ഷനിൽ ഒരു നോർമൽ റിയാക്ഷൻ ഈ സർഫസിന് കൊടുക്കും. അതിനെയാണ് R എന്ന് പറയാം. ഓക്കെ, അപ്പം തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ഹൊറിസോണ്ടൽ ആണ്. W എന്ന് പറയുന്നത് നമ്മുടെ വെയിറ്റ് ഓഫ് ദ ബോഡിയാണ്. ഓക്കെ, ഇനി എൻ്റെ ബോഡി ഒരു A ആക്സിലറേഷന് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എന്താണ്? ആക്സിലറേഷൻ ഓഫ് ദ ബോഡി ആണ്. M എന്ന് പറയുമ്പോഴാണ് മാസ് ഓഫ് ബോഡി. മാസ് ഓഫ് ബോഡിനെ എങ്ങനെ എഴുതാം? വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്, ഞാൻ പറയാം F എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് W സൈൻ തീറ്റ ആണ്. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് മോഷൻ അല്ലേ? W സൈൻ തീറ്റ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഈക്വൽ ടു W സൈൻ തീറ്റ. മാസിനെ എന്ത് എഴുതാം? W ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു A ഇസ് ഈക്വൽ ടു W-നെ W സൈൻ തീറ്റ എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ W ക്യാൻസൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ എത്ര കിട്ടും? G സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതെന്താ? ബോഡി ഡൗൺവേർഡ് മോഷനിൽ വരുന്നത് അല്ലേ? ഇഫ് ദ ബോഡി ഈസ് മൂവിങ് അപ്പ് അല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ബോഡി ഈസ് മൂവിങ് അപ്പ് എന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, മൂവിങ് അപ്പ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്തായിരിക്കും? -G സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ് ഒന്നും കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് റിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമ്മൾ പറയുന്നത് മോഷൻ ഓൺ ആൻ ഇൻക്ലൈൻഡ് റഫ് സർഫസിൻ്റെ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻക്ലൈൻഡ് സ്മൂത്ത് സർഫസ് കൺസിഡർ ചെയ്തതുപോലെ തന്നെ ഇൻക്ലൈൻഡ് റഫ് സർഫസ് നമുക്ക് കൺസിഡർ ചെയ്യാം. എൻ്റെ ഇൻക്ലിനേഷൻ തീറ്റ ആണ്, ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ തീറ്റ ആണ്. എൻ്റെ ബോഡി ഇതാണ്, അവൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് W ആണ്. ഓക്കെ, ഇത്രയും കാര്യം കൺസിഡർ ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഈ ബോഡി താഴോട്ട് മൂവ് ചെയ്യണം. ആ ആക്സിലറേഷൻ ഞാൻ A എന്നാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ മാസ് ഓഫ് ദ ബോഡി എത്രയായിരിക്കും? W വെയിറ്റ് ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിരിക്കും. തീറ്റ ആണ് നമ്മുടെ ഇൻക്ലിനേഷൻ ഓഫ് എന്താ ഇൻക്ലൈൻഡ് സർഫസ്, ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഇൻക്ലിനേഷൻ. ഇവിടെ റഫ് സർഫസ് വരുന്ന കാരണം നമുക്ക് ഒരു ടേം കൂടെ ഡിഫൈൻ ചെയ്യണം. എന്താ? മ്യൂ. നമ്മൾ പഠിച്ച കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ആണ് മ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വരും. ഓക്കെ, ഇനി എന്താ? നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ കാരണം ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? നമുക്ക് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആയിരിക്കും? മ്യൂ ഇൻറ്റു നോർമൽ റിയാക്ഷൻ RN ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ സർഫസ് ഇവന് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ആണ് RN. ആക്സിലറേഷൻ അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണെങ്കിൽ എനിക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് മ്യൂ ഇൻറ്റു RN എന്ന് പറയുന്നത്. ഓക്കെ, എനിക്കിനി എൻ്റെ ഈ W-നെ വെയിറ്റിനെ ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാമല്ലോ. എന്തൊക്കെ വരും? W ഇത് തീറ്റ ആണ്, ഇത് W സൈൻ തീറ്റ എന്ന് വരും, ഇങ്ങോട്ട് W കോസ് തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം? ഇക്വിലിബ്രിയം എഴുതാം. ഇക്വിലിബ്രിയം എഴുതുമ്പോൾ എന്താ? RN ഈക്വൽ ടു W കോസ് തീറ്റ അല്ലേ? ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് അത് നമ്മൾ എന്ത് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് F എന്ന് കൊടുക്കുകയാണെ. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് മ്യൂ ഇൻറ്റു W ഇൻറ്റു കോസ് തീറ്റ.
ഓക്കെ, ഇനി നമ്മുടെ ഡൗൺവേർഡ് ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സിനെ ഞാൻ എഫ് എന്ന് കൊടുക്കുകയാണ്. നെറ്റ് ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അതിനെ എങ്ങനെ എഴുതാം? ഡബ്ല്യു സൈൻ തീറ്റ മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ. മ്യൂവിന് പകരം മ്യൂ ഇൻറ്റു ആർ എൻ അല്ലേ. മ്യൂ ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഡബ്ല്യു കോസ് തീറ്റ എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡബ്ല്യു സൈൻ തീറ്റ മൈനസ് മ്യൂ ഡബ്ല്യു കോസ് തീറ്റ എന്ന് കിട്ടി. ഇവിടെ എന്ത് ചെയ്യാം? എനിക്ക് ഡബ്ല്യുവിനെ കൂടെ ഞാൻ ചേഞ്ച് ചെയ്യാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് വെയിറ്റ് അല്ലേ, എം ജി എന്ന് കൊടുക്കുക അല്ലേ. എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ എന്നാക്കുക. ഓക്കെ, എം എല്ലാം ക്യാൻസൽ ആക്കി കളയാലോ. എം എല്ലാം ക്യാൻസൽ ആക്കി കളഞ്ഞാൽ നമുക്ക് ആക്സിലറേഷൻ എങ്ങനെ കിട്ടാം? ആക്സിലറേഷൻ ഈക്വൽ ടു ജി സൈൻ തീറ്റ മൈനസ് മ്യൂ ജി കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ജി കോമൺ എടുത്താൽ ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. A body of mass 50 kg slides down a rough inclined plane whose inclination to horizontal is 30 degree. If the coefficient of friction between plane and body is 0.4, determine the acceleration of the body. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമുക്കൊരു മാസ് 50 കിലോഗ്രാം ഉള്ള ഒരു ബോഡി ഉണ്ട്. അത് സ്ലൈഡ് ചെയ്യുക. എവിടെ കൂടെ സ്ലൈഡ് ചെയ്യുന്നത്? ഒരു റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ കൂടെ. ആ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി ആണ്. ആൽഫ 30 ഡിഗ്രി ആണ് എടുക്കുക. ഞാനിപ്പോൾ ആൽഫ എന്ന് കൊടുക്കുക, അത് 30 ഡിഗ്രി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇവിടെ നമുക്കൊരു ബോഡി ഉണ്ട്. അവൻ്റെ വെയിറ്റ് അല്ലെങ്കിൽ അവൻ്റെ മാസ് തന്നേക്കുന്നത് അല്ലെ, വെയിറ്റ് തന്നേക്കുന്നത് മാസാണ് 50 കിലോഗ്രാം എന്ന് പറഞ്ഞേക്കുന്നത്. ഈ സർഫസിൻ്റെ ഇൻക്ലിനേഷൻ ആണ് ആൽഫ 30 ഡിഗ്രി എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ പ്ലെയിൻ ആൻഡ് ബോഡി ഈസ് 0.4. അതായത് നമുക്ക് അവിടെ ആക്ട് ചെയ്യുന്ന കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.4 ആണ്. ഓക്കെ, ഇനി എന്താ? ഡിറ്റർമിൻ ദ ആക്സിലറേഷൻ. എനിക്ക് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം? എൻ്റെ ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകളെല്ലാം കൂടെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചില്ലേ, അതുപോലെ എഴുതുക. അപ്പോൾ ഇങ്ങനൊരു മാസ് ഇരുന്നാൽ ഇവൻ്റെ മാസ് എം ആണ് അല്ലേ. എം ആണെങ്കിൽ ഇങ്ങനൊരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഇരുന്നാൽ ഇവന് താഴോട്ട് മൂവ് ചെയ്യാനല്ലേ ടെൻഡൻസി. ഇവൻ താഴോട്ടായിരിക്കും മൂവ് ചെയ്യുക അല്ലേ. താഴോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും ആക്ട് ചെയ്യുക? അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക. ഈ സർഫസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ വെയിറ്റിന് സർഫസ് കൊടുക്കുന്ന നോർമൽ റിയാക്ഷൻ ആർ എൻ ആണെങ്കിൽ എൻ്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് പറയുന്നത് മ്യൂ ഇൻറ്റു ആർ എൻ ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി ഇതാണ് എം അല്ലേ. എം വെയിറ്റ്, നമ്മുടെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ട് ആക്ട് ചെയ്യും അല്ലേ. വെയിറ്റ് എം ജി എന്ന് പറഞ്ഞിട്ട് താഴോട്ട് ആക്ട് ചെയ്യും. ഇതിനെ എനിക്ക് ഈ സർഫസിന് സർഫസിന് പാരലായിട്ടൊരു ഫോഴ്സായിട്ടും സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഫോഴ്സായിട്ടും റിസോൾവ് ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പോൾ ഈ സർഫസിന് പാരലായിട്ട് വരുന്ന അല്ലെങ്കിൽ ഈ കമ്പോണൻ്റാണ് സർഫസിന് പാരലായിട്ട് വരിക. ആ കമ്പോണൻറ്റിനെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ആ കമ്പോണൻറ്റിനെ ഞാൻ എം ജി, ഇതിപ്പം നോക്കി ഇത് 30 ഡിഗ്രിയാണ്. ഇനി ആംഗിൾ കണ്ടുപിടിക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഈ ഒരു ലൈന് ജസ്റ്റ് താഴോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഇത് ആൽഫ ആണെങ്കിൽ ഇത് 90 മൈനസ് ആൽഫ ആയിരിക്കും. ആ സെയിം ആംഗിളാണ് ഇവിടെ 90 മൈനസ് ആൽഫ വരും. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ആൽഫ ആയിരിക്കും. അതാണ് 30 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഫിഗർ ഇച്ചിരി വലുതായിട്ട് വരയ്ക്കാം. ഇതാണ് എൻ്റെ 30 ഡിഗ്രി. ഇതാണ് എൻ്റെ ബ്ലോക്കിൻ്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നു. അത് എം ജി ആണ്. ഇതിനൊരു വേർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ട്, ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ട്. ഇത് 30 ആണെങ്കിൽ ഇത് 60 ആയിരിക്കും. ഇത് എത്ര ആയിരിക്കും? ഇത് 60 ആണെങ്കിൽ ഇത് 60 ആണ്. അപ്പോൾ ഇത് 30 എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എം ജി കോസ് 30 എന്നും വരും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എം ജി സൈൻ 30 എന്നും വരും. ഓക്കെ, പിന്നെ നമുക്ക് എന്തുണ്ട്? ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അത് മ്യൂ ഇൻറ്റു ആർ എൻ എന്നെടുത്തു. വെയിറ്റ് വന്നു, വേറെ ഫോഴ്സ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഫോഴ്സുകളാണ് നമുക്ക് ബോഡിയിൽ വരുന്നത്. നോർമൽ റിയാക്ഷനോട് വരും, ആർ എന്നും വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? നമുക്ക് നെറ്റ് ഫോഴ്സ് എലോൺ ഇൻക്ലൈൻഡ് പ്ലെയിൻ കണ്ടുപിടിക്കാം. നെറ്റ് ഫോഴ്സ്
എലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇൻക്ലൈൻഡ് പ്ലെയിനിലെ ഫോഴ്സ് എന്തായിരിക്കും? ഒരു mg sin 30 ലെഫ്റ്റിലോട്ടുണ്ട് അല്ലേ, പിന്നെ നമുക്ക് എന്തുണ്ട് മൈനസ് മ്യൂ ഇൻറ്റു rn റൈറ്റിലോട്ടുണ്ട്. ആ ഡയറക്ഷനിലല്ലേ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ നെറ്റ് ഫോഴ്സ് എലോങ് ഇൻക്ലൈൻഡ് പ്ലെയിനെ എനിക്ക് എന്ത് എഴുതാം? മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം. ഓക്കെ, മാക്സ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് എഴുതാം. ആക്സിലറേഷൻ ഏതായിരിക്കും? ആക്സിലറേഷൻ എലോങ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ അതിനെ ഞാൻ m ഇൻറ്റു a എന്നെടുത്തു. ഓക്കെ, ഇനി ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് നോർമൽ ഡയറക്ഷനിൽ വേർട്ടിക്കൽ ഡയറക്ഷനിൽ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് വേർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഒന്നും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം നെറ്റ് ഫോഴ്സ് എലോങ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്വേർഡ് ഒരു rn എന്നൊരു ഫോഴ്സ് ഉണ്ട്, ഡൗൺവേർഡ് ഉള്ള ഫോഴ്സ് mg cos 30 ഈക്വൽ ടു 0. ഇതല്ലേ ഇക്വേഷൻ? അപ്പോൾ നമ്മുടെ നോർമൽ റിയാക്ഷൻ എന്ത് കിട്ടും? rn ഈക്വൽ ടു mg cos 30 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പം ഈ ഒരു വാല്യൂ എൻ്റെ ഫസ്റ്റ് ഇക്വേഷനിൽ, അതായത് നമ്മുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷനുള്ള ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എന്താണ് നമ്മുടെ ഇക്വേഷൻ? എം ജി സൈൻ 30 മൈനസ് എന്തായിരുന്നു നമ്മുടെ rn ആയിരുന്നു അല്ലേ, മ്യൂ ഇൻറ്റു rn ആയിരുന്നു. മ്യൂ ഇൻറ്റു rn പകരം ഞാൻ എന്ത് കൊടുക്കാം? എം ജി കോസ് 30 ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ എല്ലാ ടൈമിലും മാസ് ഇല്ലേ, അപ്പോൾ മാസിനെ എല്ലാം ക്യാൻസൽ ആക്കി കളയാലോ. മാസിനെ എല്ലാം ക്യാൻസൽ ആക്കി കളയാം. പിന്നെന്താ എനിക്ക് വരുന്നത്? ജി സൈൻ 30 അല്ലേ, ജി സൈൻ 30 മൈനസ് മ്യൂ ജി കോസ് 30 ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്സിലറേഷൻ അല്ലേ. അപ്പോൾ ആക്സിലറേഷൻ എങ്ങനെയായിരിക്കും? ജി എന്ന് പറയുന്നത് 9.81, സൈൻ 30 എത്ര? 1/2, സൈൻ 30 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മൈനസ് മ്യൂവിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയായിരുന്നു? 0.4 ആണ് തന്നിട്ടുണ്ട്. 0.4 ഇൻറ്റു 9.81 ഇൻറ്റു ജി കോസ് 30, ജി 9.81 കോസ് 30 √3/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് നോക്കുക. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നത് 1.51 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തൊരു പ്രോബ്ലം നോക്കാവേ. Two blocks A and B are held stationary 10 meter apart on a 20-degree incline as shown in figure. The coefficient of friction between the plane and body is 0.3. Right? It is 0.2 between plane and block B. If the blocks are released simultaneously, calculate the time taken and the distance traveled by each block before they are at the verge of collision. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ഹൊറിസോണ്ടൽ സർഫസ് ആണ്, ഇൻക്ലൈൻ പ്ലെയിൻ ആണ്. എ ബി എന്ന് പറഞ്ഞ രണ്ട് ബ്ലോക്ക് ഉണ്ട്. അവൻ്റെ എയുടെ വെയിറ്റ് 250 ന്യൂട്ടൺ ആണ്, ബിയുടെ വെയിറ്റ് 500 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 10 മീറ്റർ ആണ്. ഇവൻ്റെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബ്ലോക്ക് എ ആൻഡ് ദിസ് സർഫസ് 0.3, ബ്ലോക്ക് ബി ആൻഡ് ദിസ് സർഫസ് 0.2 ആണ്. ഇത്രയും കാര്യമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതെങ്ങനെ പ്രൊസീഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് ആദ്യം മോഷൻ എയുടെ, അതായത് മോഷൻ ഓഫ് ബ്ലോക്ക് എ കൺസിഡർ ചെയ്യാം. കൺസിഡർ ദ മോഷൻ ഓഫ് ബ്ലോക്ക് എ. ഓക്കെ, അപ്പോൾ അതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് എയുടെ മാസ് ഇൻറ്റു അവൻ്റെ ആക്സിലറേഷൻ ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ഇവൻ്റെ നെറ്റ് ഫോഴ്സ് എങ്ങനെയാണ് വരിക? നമുക്ക് അവൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം മാത്രം വരച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ബ്ലോക്ക് എയിലെ വെയിറ്റ് താഴോട്ട് അല്ലേ, എം ജി താഴോട്ട് വെയിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനെ രണ്ട് കമ്പോണൻസ് ആക്കിയിട്ട് റിസോൾവ് ചെയ്യുക അല്ലേ. ഇതാണ് വെയിറ്റ് എം ജി ആണെങ്കിൽ ഇതിന് മാസ് ഓഫ് എ ഇൻറ്റു ജി ഇൻറ്റു ഇതാണ് ആൽഫ അല്ലേ. അപ്പോൾ ഇവിടെ വരും ഈ ആൽഫ എന്നുള്ള ആംഗിൾ ഇവിടെ വരും, നമുക്ക് ഇവിടെ വരും. ഇതാണ് നമ്മുടെ 20 ഡിഗ്രി വരെ, ഇതാണ് 20 ഡിഗ്രി വരെ. അപ്പോൾ എം ജി സൈൻ 20 എന്നൊരു കമ്പോണൻറ്റ് ഇവിടെ വരും. ഇവിടെ എം എ ഇൻറ്റു ജി ഇൻറ്റു കോസ് 20 എന്നൊരു കമ്പോണൻറ്റ് ഇവിടെയും വരും. ഓക്കെ, പിന്നെ ഇവൻ്റെ മോഷൻ താഴോട്ട് റിലീസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം താഴോട്ടാണ് ഇവ മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ ഇൻറ്റു ആർ എൻ എന്ന് പറയുന്ന അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. ഇങ്ങോട്ടൊരു നോർമൽ റിയാക്ഷൻ ആർ എന്നും കാണും. ഓക്കെ, അപ്പം നമുക്ക് മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരിക? മാസ് ഓഫ് എ ഇൻറ്റു ജി ഇൻറ്റു സൈൻ 20 ലെഫ്റ്റിലോട്ടുള്ള ഫോഴ്സ്.
റൈറ്റിലോട്ടുള്ള ഫോഴ്സ് എന്താ മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ ഓഫ് എ നോർമൽ റിയാക്ഷൻ എ ആയത് കാരണം ആർ എൻ ഓഫ് എ എന്ന് കൊടുക്കാം. അതെന്ന് പറയുന്നതാണ് മാസ് ഓഫ് എ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് എ. അത്ര ഒക്കെ അല്ലേ. ഇനി അടുത്ത എന്താ നമുക്ക് എം എ ഇൻറ്റു ജി അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമുക്ക് 250 തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 250 സൈൻ 20 മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ എ അല്ലേ. ആർ എൻ എനെ നമുക്ക് എങ്ങനെ ഇക്വേറ്റ് ചെയ്യാം, നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സുകളെ തമ്മിലൊന്ന് ഇക്വേറ്റ് ചെയ്താൽ മതി. ആർ എൻ എ ഈക്വൽ ടു എന്ന് വരും എം എ ഇൻറ്റു ജി ഇൻറ്റു കോസ് 20 എന്ന് വരും. ഓക്കെ, അപ്പം നമുക്ക് ആർ എൻ എക്ക് വരും ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ എന്ന് വരും മാസ് ഓഫ് എ ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു കോസ് 20 എന്ന് പറയുന്നതാണ് എൻ്റെ എന്ത് മാസ് ഓഫ് എ ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇനി എന്ത് ചെയ്യാം, $250 sin 20 മൈനസ് മ്യൂ നമുക്ക് എത്ര തന്നിട്ടുണ്ട് 0.3 തന്നിട്ടുണ്ട്. ഇനി മാസ് ഓഫ് എ ഇൻറ്റു ജി എന്ന് പറയുന്നത് നമ്മുടെ 250 തന്നെയാണ്. 250 കോസ് 20 എന്ന് പറയുന്നത് മാസ് ഓഫ് എ എത്ര വരും 250 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് എ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കണം നിങ്ങൾ. ആക്സിലറേഷൻ ഓഫ് എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 0.59 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബോഡിയുടെ കാര്യം ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് ബോഡിയുടെ ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്ത് നോക്കി. സെക്കൻഡ് ബോഡിയുടെ എം ജി അല്ലെങ്കിൽ വെയിറ്റ് ആണ് താഴോട്ട് ആക്ട് ചെയ്യുന്നത്. ഇവനൊരു ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഉണ്ട്, ഇവന് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് 20 ആണെങ്കിൽ ഇതായിരിക്കും 20. ഇതെന്ന് പറയുന്നത് എം ബി ഇൻറ്റു ജി ഇൻറ്റു സൈൻ 20 ആണ്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും എം ബി ജി കോസ് 20 ആണ്. ഇനി ഇവനും എന്താണ് ഈ സർഫസിന് നോർമലായിട്ടൊരു നോർമൽ റിയാക്ഷൻ ഉണ്ട്, പിന്നെ ഇവന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവൻ താഴോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മ്യൂ ഇൻറ്റു ആർ എൻ ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആർ എൻ ബി അപ്വേർഡ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെയും എന്ത് ചെയ്യാം, ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യാം. ഇവിടെ നമുക്ക് ആർ എൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ആർ എൻ ബി എന്ന് പറയുന്നത് എം ജി സൈൻ 20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, എം ബി ഇൻറ്റു ജി ഇൻറ്റു സൈൻ 20 എന്ന് കിട്ടും. ഇനി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള മോഷന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, എം ബി ജി കോസ് 20 ലെഫ്റ്റിൽ മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ ബി ഈക്വൽ ടു മാസ് ഓഫ് ബി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി. അപ്പം നമ്മളിതിനെ ഒന്നുകൂടി റിസോൾവ് ചെയ്യാണ്. എം ബി ജി കോസ് 20 മൈനസ് മ്യൂ ഇൻറ്റു ആർ എൻ ബിക്ക് പകരം എം ബി ജി സൈൻ 20 ഈക്വൽ ടു എം ബി ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എം ബി എത്ര എം ബി ഇൻറ്റു ജി എത്ര 500 അല്ലേ. 500 കോസ് 20 മൈനസ് മ്യൂ എന്ന് പറയുന്നത് 0.2 എന്ന് പറയുന്നുണ്ട്. ആർ എൻ ബിക്ക് പകരം എം ബി ഇൻറ്റു ജി വരുന്നുണ്ട് അല്ലേ. എം ബി ഇൻറ്റു ജി എന്ന് പറയുന്നത് 500 ആണ്. 500 സൈൻ 20 എം ബി എന്ന് പറയുന്നത് എത്ര വരും 500 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി എന്ന് വരും. ഇതിൽ നിന്ന് ആക്സിലറേഷൻ ഓഫ് ബി എത്ര കിട്ടുക 1.51 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് ലെറ്റ് എക്സ് ബി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബ്ലോക്ക് എ. ലെറ്റ് എക്സ് ബി the distance traveled by block A in t seconds. Okay, ഇനി നമുക്ക് ബ്ലോക്ക് ബി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കും. അവർ രണ്ടും കൊളൈഡ് ചെയ്യണം അല്ലേ. അപ്പം കൊളൈഡ് ചെയ്യണമെങ്കിൽ ഈ 10 മീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടി കൂടെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് എക്സ് കൂടെ ട്രാവൽ ചെയ്യുമ്പോഴായിരിക്കും ഇവർ തമ്മിൽ കൊളീഷൻ ഉണ്ടാവുക. ഓക്കെ, എ ഇവിടെ നിന്ന് എക്സ് ട്രാവൽ ചെയ്തു, ആ സമയത്ത് തന്നെ ബി 10ഉം എക്സ് കൂടെ ട്രാവൽ ചെയ്ത് സെയിം പോയിന്റിൽ എത്തുമ്പോഴാണ് ഇവർ തമ്മിൽ കൊളീഷൻ ഉണ്ടാവുക. അപ്പം എക്സ് ആണ് ബ്ലോക്ക് എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എങ്കിൽ അപ്പം ഡിസ്റ്റൻസ്
traveled by block B in t seconds. t സെക്കൻഡ്സിലാണ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും? 10 plus x ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്ര ഓക്കെ അല്ലേ? ഇനി അടുത്തത് ഞാൻ എയുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എഴുതുവാണ്. എയുടെ ഇക്വേഷൻ ഓഫ് മോഷൻ എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര? എക്സ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ എന്ന് കൊടുക്കുകയാണ്. അത് എക്സ് എന്ന് പറയുന്നത് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അതുപോലെ യു ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് എ ഇൻറ്റു ടി സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, ഇനീഷ്യലി അവൻ റെസ്റ്റിലായിരുന്നു, അതുകൊണ്ട് യു എ ഇൻറ്റു ടി 0 ആണ്. ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ എത്ര നമുക്ക് കിട്ടിയത്? 0.59 ഇൻറ്റു ടി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ അതിൽ നിന്ന് എന്താ കിട്ടിയത്? എക്സ് ഈസ് ഈക്വൽ ടു 0.59/2 ടി സ്ക്വയർ. ഓക്കെ, ഇനി ഞാൻ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി എത്രയാണ് കിട്ടിയത്? 10 plus x എന്ന് കിട്ടി. അതിനെ എങ്ങനെ എഴുതാം? യു ബി ഇൻറ്റു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി ഇൻറ്റു ടി സ്ക്വയർ. അപ്പം ബിയും ഇനീഷ്യലി റെസ്റ്റിലാന്ന് പറയുന്നത്. അപ്പം നമുക്ക് 10 plus x എന്ത് ഇക്വേഷൻ എഴുതാം? യു ബി ഇൻറ്റു 0 ആകും, യു ബി ഇൻറ്റു ടി 0 ആകും. ഹാഫ് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ബി എന്ന് പറയുന്നത് 1.51 ഇൻറ്റു ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നമുക്ക് എന്തറിയാം? എക്സിൻ്റെ വാല്യൂ അറിയാം അല്ലേ? എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10 plus x is equal to 0.59/2 ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.51/2 ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ടിയുടെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക. ടി എത്ര കിട്ടുന്നത്? 4.66 സെക്കൻഡ്സ് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബ്ലോക്ക് എ ഇൻ ദിസ് ടൈം അല്ലേ? നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കാൽക്കുലേറ്റ് ടൈം ടേക്കൻ ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ഈച്ച് ബ്ലോക്ക് ബിഫോർ ദേ ആർ അറ്റ് ദ വേർജ് ഓഫ് കൊളിഷൻ. അപ്പോൾ ബ്ലോക്ക് എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് കാണണം, ബ്ലോക്ക് ബി ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ ബ്ലോക്ക് എ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എസ് എ എന്ന് പറയുന്നത് 0.59/2 ഇൻറ്റു 4.66 സ്ക്വയർ എത്ര വരും? 6.41 മീറ്റേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ് കിട്ടി. ഇനി എസ് ബി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബി എന്തായിരുന്നു? 10 plus x ആയിരുന്നു അല്ലേ? അപ്പോൾ അത് എത്ര കിട്ടും? 16.41 മീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ എസ് എ എസ് ബിയും കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് വരിക.